നമസ്കാരം. ഫസ്റ്റ് റിപ്പോർട്ടിന്റെ ഇലക്ഷൻ എക്സ്പ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പാലക്കാടാണ്. വളരെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ് പാലക്കാട് നടക്കുന്നത്. പാലക്കാട് പൊതുവെ അന്തരീക്ഷം നല്ല ചൂടാണ്. ഇപ്പോൾ ഇവിടുത്തെ ഓരോ വികസന പ്രശ്നങ്ങൾ ഞങ്ങൾ ചർച്ചയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ പാലക്കാട് ഒരു പണി തീരാത്ത ഒരു സ്റ്റേഡിയത്തിന് മുമ്പിലാണ് ഉള്ളത്. ഇൻഡോർ സ്റ്റേഡിയം എന്നൊക്കെയാണ് ഇതിന്റെ നിർമ്മാണ പ്രൊജക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്ന് കാണുമ്പോൾ കുറെ നായ്ക്കൾ ഇവിടെ നിന്ന് അലഞ്ഞു നടക്കുന്നതായിട്ട് മാത്രമാണ്, കാട് മൂടിയ നിലയിൽ, പണി തീരാത്ത നിലയിൽ കോടികൾ ഇവിടെ വെറുതെ കിടക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള BJP നേതാക്കൾ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് BJPയുടെ സംസ്ഥാന സമിതി അംഗവും മുൻ നഗരസഭയുടെ ചെയർപേഴ്സൺ കൂടി ആയിട്ടുണ്ടായിരുന്ന പ്രമീള ശശിധരനാണ്. മേഡം നമസ്കാരം. നമുക്ക് ഈ ഒരു സ്റ്റേഡിയം കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. കോടികൾ ഇങ്ങനെ വെറുതെ കിടന്ന കാട് മൂടി നശിച്ചു പോവുകയാണ്. എന്താണ് ഇതിന്റെ ഒരു സ്ഥിതി? എനിക്ക് തോന്നുന്നു 2012 14 ഈ പദ്ധതി തുടങ്ങിയത്. ഈ നഗരസഭയിൽ നിന്ന് ഈ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് എത്ര നാളിനുള്ളിൽ പ്രൊജക്ട് പൂർത്തീകരിക്കുന്നതാണെന്ന് സംസ്ഥാന സർക്കാർ എന്ന വാഗ്ദാനം ചെയ്തത്? ഞാൻ പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. എൻ്റെ പേര് പ്രമീള ശശിധരൻ. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 15 വർഷമായിട്ട് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ, പാലക്കാട് നഗരസഭയുടെ സ്ഥലത്ത് തന്നെ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ സ്ഥലം ഏറ്റെടുക്കുകയും ഗവൺമെന്റ് പണി തുടങ്ങുകയും 2 വർഷത്തിനുള്ളിൽ ഇൻഡോർ സ്റ്റേഡിയം വരുമെന്ന് ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത് ഒരു പ്രേതാലയമായി കിടക്കുകയാണ്. കാരണം ഈ 15 വർഷമായിട്ട് സ്പോർട്സ് കൗൺസിൽ എടുത്തിട്ടും സ്പോർട്സ് കൗൺസിലിൽ 10 കോടി അനുവദിച്ച് കഴിഞ്ഞ 6 മാസം മുമ്പാണ് നമ്മുടെ ബഹുമാനായ തദ്ദേശ മന്ത്രി MP രാജേഷ് അവർകൾ 10 കോടി അനുവദിച്ച് അതിന്റെ പണി തുടങ്ങിയത്. ഇനിയും അത് ഒരുപാട് സാമ്പത്തികം കിട്ടിയാൽ മാത്രമേ അത് പണി തുടങ്ങാൻ സാധിക്കുന്നുള്ളൂ. സ്പോർട്സ് കൗൺസിലിന്റെ വലിയൊരു അനാസ്ഥ മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു കെട്ടിടം ഇങ്ങനെ കിടക്കുന്നത്. പരിസരവാസികൾക്കും നമുക്കറിയാം, ഇന്ന് അനാശാസ്യ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഗവൺമെന്റ് ഇടത് വലത് മുന്നണികളുടെ സംരംഭങ്ങൾ തുടങ്ങുന്നതെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് കുറെ വർഷങ്ങളായിട്ട്. പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പാലക്കാടൻ ജനതയ്ക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നത്, പാലക്കാട് BJP ഭരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് വികസനം എത്താതിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ ജനങ്ങൾ BJPക്ക് എതിരാകും എന്ന് വിചാരിച്ചിട്ടാണോ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു അവഗണന നടത്തുന്നതെന്നാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം പാലക്കാട് നഗരത്തിന്റെ വികസനം കഴിഞ്ഞ 15 വർഷമായി പാലക്കാട് BJP ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, മൈൻഡ് സ്കൂൾ, ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന മൈൻഡ് സ്കൂളിലെ ഒരു ഡിജിറ്റലൈസേഷൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 12 വർഷമായി 12 വർഷമായി തുടങ്ങിയിട്ട്. ഈ 12 വർഷമായിട്ട് ഇന്നും പെൺകുട്ടികൾക്ക് ഇരിക്കാൻ പോലും സൗകര്യമില്ലാതെ ആധുനിക സജ്ജീകരണങ്ങൾ എല്ലാം വരുമെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് നമ്മുടെ ഷാഫി പറമ്പിൽ MLA തുടങ്ങി വെച്ച ഒരു വർക്കാണ്. അതുപോലും പൂർത്തീകരിക്കാതെ ഇത്തരത്തിൽ ഈ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു ഗവൺമെന്റുകൾ, എന്തിനാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഗവൺമെന്റുകൾ ഇവിടെ വേണ്ടത് എന്നാണ് പറയാനുള്ളത്. കാരണം എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ പല പദ്ധതികൾ ബഹുമാന്യ നരേന്ദ്രമോദിജി കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പാലക്കാട് നഗരത്തിൽ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി, സത്യം പറഞ്ഞാൽ ഒരു ചെയർമാനായിരിക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ വരുമ്പോൾ MLAയുടെയും MP-യുടെയും ആസ്തി വികസന ഫണ്ടിൽ നിന്നും പാലക്കാട് നഗരസഭയ്ക്ക് ഫണ്ട് തന്നെയാണ്. ഇന്ന് കഴിഞ്ഞ ഈ 12 വർഷവും യാതൊരു തരത്തിലുള്ള ഫണ്ടുകളും ഇന്ന് MP-യോ MLAയോ തരാതെ വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് ഇന്ന് നഗരസഭ കൊണ്ടുപോകുന്നത്. പക്ഷെ എന്നാലും പാലക്കാട് നഗരസഭയിൽ വരുമാനം വെച്ചുകൊണ്ട് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കി എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് മിനിസ്റ്ററോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളെ സമീപിക്കുന്ന സമയത്ത് അവരെന്താണ്, അതിന്റെ ഒരു റിയാക്ഷൻ എന്താണ്? നിങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്താൽ മതി എന്നൊരു തരത്തിലുള്ള റിയാക്ഷൻ തന്നെയാണോ? ഞാൻ ചോദിക്കട്ടെ, ഈ ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ പലതരം കളികൾ, ഇന്ന് ഇന്റർനാഷണൽ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള കളികളെല്ലാം ഇവിടെ വന്ന് ചെയ്യേണ്ടതാണ്. ഒരു ആംബുലൻസ് പോകാൻ പോലും വഴിയില്ലാതെയാണ് ഇത്തരത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയം ഇവിടെ കെട്ടിയിട്ടുള്ളത്. നമുക്കറിയാം, സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ട് പല കായിക താരങ്ങൾ സാധാരണ നിലയിലൊക്കെ ഒരു 3 നില കെട്ടിടത്തിന് മുകളിലേക്ക് അനുമതി കൊടുക്കണമെങ്കിൽ തന്നെ അതിന് ഈ ആംബുലൻസ് പോകേണ്ട വഴികളും മറ്റെല്ലാം വേണം. ഇന്ന് ആ അനുമതി ഇല്ലാതെയാണ്. അതുകൊണ്ടാണ് ഇതൊരു തടസ്സവാദം ഉന്നയിച്ച് ഇപ്പോഴും പണി തീരാത്തത്. കാരണം ഒരു കായിക താരത്തിന് എന്തെങ്കിലും ഒരു അപകടങ്ങൾ സംഭവിച്ചാൽ ആ അപകടത്തിന് അതിനകത്ത് പോയി ആംബുലൻസിൽ രോഗിയെ കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നഗരസഭ
ശരിക്കും നഗരസഭയുടെ PMG സ്കൂളിന്റെ ഒരു സ്പോർട്സ് ഗ്രൗണ്ട് ആയിരുന്നു ഇത്. അത് നഗരസഭയിൽ നിന്നും ഏറ്റുവാങ്ങി ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ഇടത് വലത് മുന്നണികൾ ഇത്രയും കാലമായിട്ട് പാലക്കാട്ടുകാരെ വഞ്ചിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മളിപ്പോൾ ഈ സ്റ്റേഡിയത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് ഈ ക്യാമറ ഒന്ന് പാൻ ചെയ്താൽ മനസ്സിലാവും, ഇതാ അടഞ്ഞു കിടക്കുന്ന കുറേ ഷട്ടറുകൾ കാണാം. ഇവിടെ താഴെയാണെങ്കിൽ തന്നെ ഒരുപാട് പുല്ല് മുളച്ച വലിയ തരത്തിൽ കാടുകൾ കാണുന്നു. ഈ നിർമ്മാണ സാമഗ്രികളാണെങ്കിൽ ഇഷ്ടംപോലെ ഇവിടെ കുന്നുകൂടി കിടക്കുന്നു. ഈ സ്റ്റേഡിയത്തിന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണെങ്കിൽ അത് പാലക്കാട് ജില്ലയുടെ ഒരു കായിക വികസനത്തിന് വലിയ തരത്തിൽ മുതൽക്കൂട്ടാകുന്ന ഒരു സ്റ്റേഡിയം തന്നെ ആയി മാറേണ്ടതാണ്. പക്ഷെ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ശരിക്കും ഈ പാലക്കാട് നഗരസഭ കൊടുത്തിരിക്കുന്ന സ്ഥലം, ആ സ്ഥലം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും അവിടെ ഈ ഒരു പ്രൊജക്റ്റ് നടപ്പാക്കുകയും എന്നാൽ അത് ഇൻകംപ്ലീറ്റ് ആയി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഇവിടെ ഉപയോഗിച്ചിരുന്ന ഈ ഒരു ഗ്രൗണ്ട് ഇപ്പോൾ ഇല്ലതാനും, എന്നാൽ പിന്നെ ഈ സ്റ്റേഡിയം പൂർത്തീകരിച്ചിട്ടില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പാലക്കാട് നിന്നും ക്യാമറമാൻ സാഗറിനോടൊപ്പം അർജുൻ C. വനജ്.